ഒരു മനുഷ്യൻ. സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ബഷീർ പറഞ്ഞ കഥയാണ് ഒരു മനുഷ്യൻ. വളരെ അകലെയുള്ള ഒരു വലിയ നഗരമാണ് കഥ നടക്കുന്ന സ്ഥലം. കൊലപാതകവും കൂട്ടക്കവർച്ചയും പോക്കറ്റടിയും നിത്യവും നടക്കുന്ന സ്ഥലം. അവിടെ താമസിച്ചുകൊണ്ട് വിദേശികളായ തൊഴിലാളികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ് ബഷീറിന്റെ ജോലി. കഥ നടക്കുന്ന ദിവസം വൈകിട്ട് 4 മണിക്ക് ബഷീർ ഭക്ഷണത്തിനായി ഇറങ്ങി. ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. 3/4 രൂപയുടെ ബില്ല് വന്നു. അതിനിടയ്ക്കായി പോക്കറ്റിൽ കൈയിട്ടപ്പോൾ പേഴ്സ് കാണാനില്ല. എൻ്റെ പേഴ്സ് ആരോ പോക്കറ്റ് അടിച്ചു എന്ന് ബഷീർ വിളിച്ചു പറഞ്ഞു. ഹോട്ടലുടമ ബഷീറിനെ ഭീഷണിപ്പെടുത്തി കണ്ണു ചുരന്നെടുക്കുമെന്ന് അയാൾ പറഞ്ഞു. ഒടുവിൽ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വയ്ക്കാൻ ഹോട്ടലുടമ ബഷീറിനോട് പറഞ്ഞു. ആ സമയത്ത് അവിടെ എത്തിയ ഒരാൾ ബഷീറിന്റെ പൈസ നൽകി. അദ്ദേഹവുമായി നടന്നു നീങ്ങിയ അപരിചിതൻ അല്പം അകലെ എത്തിയപ്പോൾ ഏതാനും പേഴ്സുകൾ പോക്കറ്റിൽ നിന്നെടുത്ത് അതിൽ നിന്ന് ബഷീറിൻ്റെത് എടുത്തുകൊള്ളാൻ അയാൾ പറഞ്ഞു. പേഴ്സ് കാണിച്ചു കൊടുത്തപ്പോൾ അയാൾ അതെടുത്ത് ബഷീറിന്റെ പോക്കറ്റിൽ എടുത്തു കൊടുത്തിട്ട് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. ദൈവം നിങ്ങളെയും എന്നെയും എല്ലാവരെയും രക്ഷിക്കട്ടെ, മംഗള എന്ന് ബഷീർ പറഞ്ഞു. അതോടെ കഥ അവസാനിക്കുന്നു. നമുക്ക് ചുറ്റും നല്ലയാളുകളും ചീത്തയാളുകളുമുണ്ട്. കള്ളന്മാരും ക്രൂരന്മാരും എല്ലാ വൃത്തികേടുകളും ചെയ്യുന്നവരുമുണ്ട്. അവരെ കരുതി വേണം ജീവിക്കാൻ എന്ന് ബഷീർ ഈ കഥയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ബഷീറിന്റെ കഥകളിൽ കാണുന്ന കഥാപാത്രങ്ങൾ അധികവും സാധാരണക്കാരാണ്. അക്കൂട്ടത്തിൽ കള്ളനും പോക്കറ്റടിക്കാരനും വേശ്യയും ഒക്കെയുണ്ടാകും. പക്ഷേ ആരാ കഥയിൽ അവതരിപ്പിച്ചാലും അവരിൽ സ്നേഹവും മനുഷ്യത്വവും നിക്ഷേപിക്കാൻ മനുഷ്യസ്നേഹിയായ ആ കഥാകാരൻ മടിക്കുന്നില്ല. ഒരു മനുഷ്യൻ എന്ന കഥയിലെ പോക്കറ്റടിക്കാരൻ അത്തരമൊരാളാണ്. താങ്ക് യു. ശബ്ദിക്കുന്ന കലപ്പ പൊൻകുന്നം വർക്കി. കാളയെന്ന് വെച്ചാൽ ഔസേപ്പുചേട്ടൻ എല്ലാം മറക്കും. കാളപ്രാന്തൻ എന്നാണ് മറ്റു കൃഷിക്കാർ അയാളെ വിളിക്കുക. ഔസേപ്പുചേട്ടൻ കണ്ണനോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. കാള പൂട്ടുമ്പോഴൊക്കെ ഔസേപ്പുചേട്ടന് മനസ്സാരും നീങ്ങാൻ കണ്ണൻ അറിയാം.
അവനെ കെട്ടിയിടേണ്ട ആവശ്യമില്ല. കണ്ണന്റെ വയറു നിറച്ച ഔസേപ്പുചേട്ടൻ വല്ലത് കഴിക്കൂ. രാപ്പകലില്ലാതെ അധ്വാനിച്ചിട്ടും കൃഷിക്കാരന് കഴിഞ്ഞുകൂടാനുള്ള സമ്പാദ്യം കിട്ടുന്നില്ല. മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ കണ്ടം വിൽക്കേണ്ടി വന്നു. മനസ്സുള്ള മനസ്സോടെ കണ്ണനെയും വിൽക്കേണ്ടി വന്നു. ഇത്തിരി പച്ചമണ്ണ് സ്വന്തമാക്കാൻ മലബാറിലേക്ക് പോകാൻ നിശ്ചയിച്ചിരിക്കെ മകൾ കടിഞ്ഞൂൽ പേർന്ന് വന്നു. പ്രസവാനന്തരം മര്യാദകളോടെ മകളെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കണം. ചിട്ടി പിടിച്ചും പിടിയേരി സൂക്ഷിച്ചും മറിയ ചേട്ടത്തി മകൾക്ക് വേണ്ടി 40 രൂപ കരുതി വെച്ചിട്ടുണ്ട്. കോട്ടയത്തിനു പോയി മകൾക്ക് വേണ്ടതൊക്കെ വാങ്ങി വരാൻ അവർ ഭർത്താവിന്റെ ചട്ടം കെട്ടി. കോട്ടയത്തു ചെന്നപ്പോൾ എല്ലാത്തിനും തീവില. മുനിസിപ്പാലിറ്റിയിൽ ചാവാലിക്കാളകൾ നിരന്നു നിൽക്കുന്നു. ആർക്കപ്പെടുന്നതിനു മുമ്പേ മുദ്ര കുത്തിയവ. അവയ്ക്കിടയിൽ തന്റെ കണ്ണനെ വൃദ്ധനേത്രങ്ങൾ തിരിച്ചറിഞ്ഞു. കണ്ണാ എന്ന വിളി കേട്ട് കാള വാൽ പൊക്കി. കണ്ണനെ തലോടി കണ്ണീർ പൊയ്ച്ചു നിൽക്കുന്ന വൃദ്ധനെ ആളുകൾ മാറ്റി നിർത്തി. സന്ധ്യ കഴിഞ്ഞിട്ടും വരാത്ത അച്ഛനെ നോക്കി വഴിക്കണ്ണുമായി ഇരിക്കുകയാണ് മകൾ. മറിയ ചേട്ടത്തിക്കും ധൃതിയുണ്ട്. തുണി കിട്ടിയിട്ട് വേണം രാത്രി തന്നെ തയ്ക്കുവാൻ. ഔസേപ്പുചേട്ടന്റെ കൂടെ ദാ വരുന്നു കണ്ണൻ. പഴയ മുറ്റത്തെത്തിയപ്പോൾ കണ്ണൻ ആഹ്ലാദത്തോടെ അമറി. പക്ഷേ തുണി എവിടെ? ഒന്നും മിണ്ടാതെ തല താഴ്ത്തി ഇരിപ്പാണ് ഔസേപ്പുചേട്ടൻ. അപ്പൻ എന്നോട് ഇത് ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എന്ന് മകൾ. മോളെ, എനിക്കു നിന്ന പോലെ അവനും കശാപ്പുകാരൻ. ഇടറിയ കണ്ടത്തോടെ അച്ഛൻ. ക്രൂരമായ രാത്രി പുലർന്നു. കണ്ണാ എന്ന വിളി കേൾക്കാൻ ആരുമില്ല. കണ്ണന്റെ വ്രണങ്ങളിൽ പുരട്ടാൻ മരുന്നുമായി ഔസേപ്പുചേട്ടൻ വന്നപ്പോൾ കാള ചത്തുപോയിരിക്കുന്നു. ചുക്കിലി പിടിച്ച കൽപ്പയിലിരുന്ന് ഒരു പല്ലി എന്തൊക്കെയോ ചിലച്ചു.
മനുഷ്യപുത്രി, പൊതുജന സേവകന് അന്ന് തീരെ വയ്യ. ഊണും ഉറക്കവുമില്ലാത്ത പണി. മുറിയിലേക്ക് കടക്കുമ്പോൾ പുറത്ത് സന്ദർശകരുടെ നീണ്ട നിര. സെക്രട്ടറിയോട് കുരച്ചു ചാടിയാലും നേതാവ് എല്ലാവരെയും ക്ഷമയോടെ സ്വീകരിച്ചു. സന്ധ്യയോടടുത്തു. അവസാനത്തെ സന്ദർശകനും പോയി കഴിഞ്ഞപ്പോൾ ആശ്വസിച്ചു. ഞാനും ഒരു മനുഷ്യനാണെന്ന് ഈ നിവേദകർ ഓർക്കാത്തതെന്ത് എന്ന് ക്ഷോഭിച്ചു. അപ്പോഴാണ് രാവിലെ മുതൽ കാത്തിരുന്ന ഒരു വല്യമ്മയെക്കുറിച്ച് സെക്രട്ടറി പറയുന്നത്. തനിച്ച് കാണാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. ഓഫീസിലെ വിലയേറിയ കർട്ടൻ നീക്കി കടന്നു വന്നത് മൂടിപ്പുതച്ച മുഷിഞ്ഞ മുണ്ടും കൂടയുമായി ഒരു ദീനരൂപം. കൂടെ 6-7 വയസ്സായ ഒരു ആൺകുട്ടിയുമുണ്ട്. നേതാവിൻ്റെ അക്ഷമയ്ക്ക് വിറയലോടെ മറുപടി. ഗോവിന്ദൻ കുട്ടി. ഒന്ന് കാണേന്ന് ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലായിരിക്കും. ഒരാന്തലോടെ നേതാവ് തിരിച്ചറിഞ്ഞു. ഇത് തൻ്റെ കുഞ്ഞാത്തലയമ്മയാണ്. ബാല്യത്തിൻ്റെ ഓർമ്മകൾക്കിടയിൽ നിന്നും ഒരു ശബ്ദം. ഗോവിന്ദൻ കുട്ടി ബുദ്ധിയുള്ളവനാ ലക്ഷ്മി. ഓൻ ഒരു നിലയിലെത്തും. അച്ഛനില്ലാത്ത മകനെ പഠിപ്പിച്ചു വലുതാക്കാൻ ശ്രമിക്കുന്ന അമ്മയ്ക്ക് കുഞ്ഞാലിൻ്റെ സാന്ത്വനം. തേവാരത്തിന് പൂ കൊണ്ട് പോയി കൊടുത്താൽ പെൻസിൽ വാങ്ങാനുള്ള കാശ് തരുന്ന കുഞ്ഞാത്തൽ. മനക്കലെ ഉണ്ണികളുടെ ഊണ് കഴിഞ്ഞ് ബാക്കി വന്നത് ഉരുളയാക്കി വാത്സല്യത്തോടെ വാലിട്ടു തരുന്ന കുഞ്ഞാത്തൽ. അമ്മയുടെ മരണശേഷം തനിക്ക് ഏകാശ്രയമായി തീർന്ന കുഞ്ഞാത്തൽ. വലുതായപ്പോൾ വർഗസമരത്തിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജന്മിത്തം നശിക്കപ്പെട്ട എന്ന് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുക എന്നത് ജീവിതധർമ്മമായി വിചാരിച്ച ഒരു വർഗം. അതുകൊണ്ട് തന്നെ മുടിഞ്ഞുപോയത് തിരിച്ചറിഞ്ഞില്ല. മനക്കലിലെ 16 കെട്ടു തകർന്നതും ഇല്ലം മുടിഞ്ഞതും കുഞ്ഞാത്തല അമ്മയും രോഗിയായ മകനും ഏതോ കൊച്ചു വീട്ടിലേക്ക് മാറിയതും പിന്നീട് കേട്ടു. നേതാവാകുന്ന തിരക്കിൽ ഇവരെ അന്വേഷിക്കാനൊന്നും ഇടകിട്ടിയില്ല. കുഞ്ഞാത്തല അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞ വാത്സല്യത്തോടെ ഗോവിന്ദൻ കുട്ടിയെ ഒഴിഞ്ഞു. ഒരു ചെറിയ ആവശ്യം മാത്രം. ഈ കൊച്ചുകുട്ടിയെ സ്കൂളിൽ ചേർത്ത് തരണം. ഉച്ചക്കഞ്ഞി കിട്ടുമല്ലോ. മൂന്തിയ ജാതിക്കാർക്ക് ഇപ്പോൾ പഠിപ്പും ഉദ്യോഗമൊന്നും പാടില്ലെന്ന് പറയണ കേട്ടു. ഒരു ആവലാതിയായിട്ടല്ല, ഒരു പ്രസ്താവന പോലെ. സമരത്തിൻ്റെ പേരിൽ ഇവരുടെ സർവസ്വവും നശിച്ചത് താനും കൂട്ടരുമാണെന്ന് നേതാവ് തിരിച്ചറിഞ്ഞു. ശപിക്കാൻ അറിയാത്ത ഒരു വർഗം, കൊടുക്കാൻ മാത്രം അറിഞ്ഞ ഒരു വർഗം. നേതാവ് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അമ്മയെ കാറിൽ കയറ്റി. സ്നേഹവും നിഷ്കപടതയും അടുത്ത തലമുറയ്ക്കും കൂടി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഞാനും ഒരു മനുഷ്യനാണ്, മനുഷ്യപുത്രിയുടെ മകൻ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു.
കാരണക്കാരനായിരുന്നു കുഞ്ചുനായർ. അമ്പലപ്പുഴ ആറാട്ടിനെ മധുരമിളകിയ ബാലഗോപാലൻ എന്ന ആനയെ തളച്ചതോടെ കുഞ്ചു അമ്പാടി മാണിക്യയിലെ ജന്മിയായ തൂപ്പൻ നമ്പൂതിരിയുടെ സ്വന്തം ആനക്കാരനായി. ജന്മി 2 വേളി കഴിച്ചു. മൂന്നാമത് അതിസുന്ദരിയായ കുഞ്ഞിക്കാവിനെ ഇല്ലത്തേക്ക് കൊണ്ടുവന്നത് കുഞ്ചുനായർ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു. അത് പഴയ കാലം. കുഞ്ചുനായർ വൃദ്ധനായി വീട്ടിലെ തെക്കേ ചോവിൽ ഇരിപ്പായി. ജന്മി മരിച്ചു. കുഞ്ഞിക്കാവനമ്മ വിധവയായി. ഒരിക്കൽ കുഞ്ഞിക്കാവനമ്മ കുഞ്ചുനായരെ തേടി ചാവിലെത്തി. പിന്നെ ജന്മിയുടെ വേളി തന്നെ തേടി വരികയോ? കുഞ്ചുനായർ അത്ഭുതപ്പെട്ടു. പിന്നെ അതൊരു പതിവായി. 2 പേരും വെറുതെ പഴയ കാര്യങ്ങൾ സംസാരിച്ചിരിക്കും. ഒരിക്കൽ കുഞ്ഞിക്കാവനമ്മ ഒരു മുണ്ടും നേരതയും കൊണ്ടുവന്നു. പിന്നൊരിക്കൽ ഇലയട മുറുക്കാനെടുത്തു ചതച്ച് 2 പേരും പങ്കിട്ടെടുത്തു. കുഞ്ഞിക്കാവ് കുഞ്ഞുനായരുടെ കാലിൽ കുഴമ്പിട്ട് തടവി കൊടുത്തു. 74ാം പിറന്നാളിന്റെ സദ്യയും തിരക്കുമൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് കുഞ്ഞുനായർ മരിച്ചു. അന്ന് കുഞ്ഞിക്കാവനമ്മയും വന്നിരുന്നു. കുഞ്ഞുനായർ മരിച്ചു പുലയൊക്കെ കഴിഞ്ഞപ്പോൾ മക്കൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. അച്ഛന്റെ ചൊർവതിലുള്ള ഒരു സ്വർണ്ണമോതിരം ഉണ്ടായിരുന്നുവല്ലോ. ചെറിയ മക്കൾ ഉണ്ടാക്കി കൊടുത്തതാണ്. അതെവിടെ? കുഞ്ചുനായരുടെ പരിമിതമായ സമ്പാദ്യങ്ങൾ. കാൽപ്പെട്ടിയും മറ്റും തുറന്നു നോക്കി വല്ല കാക്കയോ എലിയോ കൊണ്ടുപോയതായിരിക്കുമോ? വസ്തുഹാര വസ്തു ഹരിക്കപ്പെട്ടവൻ. കഥയിലെ അന്തരീക്ഷം 1951 to 73 വരെയുള്ള കാലഘട്ട. വിഭജനത്തിനു ശേഷം തള്ളിക്കയറി വന്ന അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കുക എന്ന പ്രശ്നമാണ് സ്വതന്ത്ര ഭാരതം ആദ്യം ഏറ്റെടുത്തത്. കൽക്കത്തയിൽ അതിനായി ഒരു റെഫ്യൂജി ഓഫീസറെ നിയമിച്ചു. ഓഫീസറുടെ മുന്നിലെത്തിയ കുലീനയായ സ്ത്രീക്ക് ഒരാവശ്യമുണ്ട്. ദ്വീപിലേക്ക് കുടിയേറി പാർക്കാൻ താൻ ഒരുക്കമാണ്. അതിന് ഒത്താശ ചെയ്തു തരണം. അത് കൃഷി ചെയ്യുന്നവർക്ക് സ്കീകമാണ്. അവൾക്ക് അർഹതയില്ല എന്ന് പറഞ്ഞപ്പോൾ മകനും മക്കൾക്കും ജോലി വാങ്ങിക്കൊടുത്താൽ മതിയെന്നായി. അവരുടെ ക്ഷണം സ്വീകരിച്ച് വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ മകളെ കണ്ടു. അയാൾ അഭ്യസ്തവിദ്യയാണ്. പക്ഷെ ഒരു തൊഴിലിലും ഉറച്ചു നിൽക്കില്ല. ലിബർട്ടേഴ്സ് ഇന്ത്യയാണ് അവളുടെ സ്വപ്നം. ഓഫീസർ മലയാളിയാണ് എന്നറിഞ്ഞപ്പോൾ അവൾ തുറന്നു പറഞ്ഞു. മലയാളികൾ ഭീരുക്കളും ഓപ്പർച്യൂണിറ്റീസുകളും ആക്ഷണറീസുമാണ്. അച്ഛൻ്റെ പേര് കുഞ്ഞുണ്ണി പണിക്കർ, മരിച്ചുപോയി. ആ പേര് കേട്ടപ്പോൾ ഓഫീസർ ഞെട്ടി. കാരണം അത് തൻ്റെ നേരമ്മാവനാണ്. ആരതി പണിക്കർ എന്ന് ഒപ്പിട്ട് കടലാസിൽ അയാൾ നോക്കി നിന്നു. നാട്ടിൽ ചെന്ന് അമ്മാവൻ്റെ ഭാര്യയെയും മക്കളെയും കണ്ട കഥ എല്ലാവരോടും പറഞ്ഞു. അമ്മാവൻ്റെ വീതത്തിലുള്ള ഭൂമി അവർക്ക് വിട്ടുകൊടുക്കണം. ആകെ പുകിലായി. കുഞ്ഞുണ്ണിയമ്മാവനെ വല വെച്ചു പിടിച്ച ഏതോ പെണ്ണിന് ഒന്നും കൊടുക്കാൻ ആരും ഒരുക്കമില്ല. ഭവാനി അമ്മായി അയാളെ വിളിപ്പിച്ചു. താല്പര്യത്തോടെ ആരതിയെക്കുറിച്ചും മകളെക്കുറിച്ചും ചോദിച്ചറിഞ്ഞു. മക്കൾക്ക് അവരുടെ ചായയാണ്. മുടിയുണ്ടോ എന്നൊക്കെ. പിന്നെ കുഞ്ഞുണ്ണി പണിക്കരുടെ ഭൂമി തൻ്റെ കൈവശത്തിലാണെന്നും വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്നും പറഞ്ഞു. ആരും പ്രതീക്ഷിക്കാത്ത ഒരു നടപടിയായിരുന്നു അത്. കൊൽക്കത്തയിൽ തിരിച്ചു ചെന്ന് അയാൾ ആരതി അമ്മായിയെ കണ്ടു. കാര്യം തുറന്നു പറഞ്ഞു. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ ആദ്യമായി കാണുകയാണ്. വിവാഹശേഷം കേരളത്തിൽ പോയതും തറവാട്ടുകളിൽ ആട്ടിയിറക്കിയതുമായ കഥ അമ്മായി പറഞ്ഞു. പിന്നീട് കൽക്കത്തയിലെ തുച്ഛവരുമാനത്തിനുള്ളിലെ ജീവിതം. സ്വതന്ത്രലബ്ധിയോടെ അഭയാർത്ഥി ക്യാമ്പിൽ വെച്ച് ഭർത്താവ് കോളറ പിടിച്ചു മരിച്ചു. നാട്ടിലേക്ക് കമ്പി അടിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല. അന്നൊന്നും ലഭിക്കാത്ത സ്വത്തിൻ്റെ അവകാശം തനിക്ക് വേണ്ട എന്ന് അവർ തുറന്നു പറഞ്ഞു. പക്ഷെ ഭർത്താവിൻ്റെ സഹോദരിയുടെ മകനെ അവർ സ്നേഹം കൊണ്ട് സൽക്കരിച്ചു. വിപ്ലവത്തിൽ മുങ്ങി നടക്കുന്ന മകളോട് ജ്യേഷ്ഠൻ്റെ കാൽക്കൽ നമസ്കരിക്കാൻ ആവശ്യപ്പെട്ടു. കേരളത്തിലാണെങ്കിൽ നീ എൻ്റെ മുറപ്പെണ്ണാണ്. അയാൾ അവളെ തമാശയാക്കി. നോ, ഐ ആം യുവർ
റിഫൈൻ സിസ്റ്റം എന്നവൾ ബന്ധം വ്യക്തമാക്കി അംഗീകരിച്ചു. റെഫ്യൂജിയുടെ കപ്പൽ നീങ്ങുമ്പോൾ ഓഫീസർ കൈവീശി. കണ്ണീരോടെ ബംഗാളി അമ്മായിയും സഹോദരിയും കരയിൽ നിൽക്കുന്നു. വസ്തുക്കൾ ഹരിക്കുന്നവരുടെയും വസ്തുക്കൾ നഷ്ടപ്പെട്ടവരുടെയും ലോകം സ്നേഹാർദ്രതയ്ക്കായി കോരുന്നു. താങ്ക് യു.